الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحم إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم والليل إذا يغشى والنهار إذا تجلى وما خلق الذكر والأنثى إن سعيكم لشتى فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിനെ പരിപൂർണമായി കൊണ്ടും സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ടും യഥാർത്ഥ സത്യവിശ്വാസികളായി അതിൻ്റെ ഗുണം ഇഹലോകത്തും പരലോകത്തും അനുഭവിക്കത്തക്ക വിധത്തിൽ പരിപൂർണ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, വെറുതെ സമയവും ആരോഗ്യവും സമ്പത്തും നഷ്ടപ്പെടുത്തി കളയുന്ന പ്രവർത്തനങ്ങളാണ് പലപ്പോഴും നമ്മുടെ ഭൗതിക ജീവിതത്തിൽ തന്നെ ശ്രദ്ധയില്ലാതെ നമ്മൾ നിർവഹിക്കുന്ന പ്രവർത്തനം. ഒരുപക്ഷെ നമ്മൾ പല ബിസിനസ്സുകളിലും ധാരാളമായി ഇൻവെസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ പുതിയ പുതിയ ബിസിനസ്സുകൾ വളരെയധികം പണച്ചെലവോടുകൂടെ ആരംഭിച്ച് പിന്നെ നമ്മൾ അതിനെ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ പണം നമുക്ക് നഷ്ടപ്പെടുകയാണ്. തിരിച്ചു കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, നമ്മുടെ കയ്യിൽ പലതിനും ഉപയോഗപ്പെടുത്തേണ്ട പണം നമുക്ക് നഷ്ടപ്പെടുന്നു, സമയം നമുക്ക് നഷ്ടപ്പെടുന്നു, ആയുസ് നമുക്ക് നഷ്ടപ്പെടുന്നു. ഇത് ജീവിതത്തിന്റെ മിക്കവാറും സംഭവങ്ങൾ. ചികിത്സിക്കുന്ന ആളുകൾ പല ചികിത്സകളും പാതി വഴിയിലിട്ട് മാറി മാറി ഒന്നും പൂർത്തിയാക്കാതെ, ചികിത്സയുടെ ഫലം പൂർത്തിയാവാതെ സമയവും ആരോഗ്യവും നഷ്ടപ്പെടുത്തി കളയുന്ന ആളുകൾ. സത്യത്തിൽ ഇതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ദീനിയായ കാര്യം. ധാരാളം ഗുണഫലങ്ങൾ നമുക്ക് കിട്ടുന്നതാണ് നമുക്ക് ദീന് കൊണ്ട്. പക്ഷെ ആ ദീൻ ആത്മാർത്ഥമായും ശ്രദ്ധയോടുകൂടിയും ശരിയായി നിർവഹിക്കാതിരിക്കുമ്പോൾ അതിനുവേണ്ടി വിനിയോഗിക്കുന്ന സമയങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നു എന്നല്ലാതെ അതിൻ്റെ യഥാർത്ഥമായ പ്രയോജനം നമുക്ക് ലഭിക്കാതെ പോവുകയാണ്. 3 കാര്യങ്ങൾ ദീനീ രംഗത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ ആ 3 കാര്യങ്ങളെ കൊണ്ട് നമ്മുടെ ഇഹലോകത്തും പരലോകത്തും നമുക്ക് ശരിക്കും അതിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാം.
ഈ 3 കാര്യങ്ങളും നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളല്ല. പക്ഷെ നമ്മൾ അശ്രദ്ധമായി ചെയ്യുന്നുള്ളതാണ് അതിന്റെ ഫലം നമുക്ക് ലഭിക്കാതിരിക്കുവാനുള്ള ഏറ്റവും വലിയ കാര്യം. അങ്ങനെ ചില ഫലങ്ങൾ നമ്മൾ ചെയ്യുന്ന ദീനീ കാര്യങ്ങൾക്കുണ്ട് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ചില വചനങ്ങളാണ് തുടക്കത്തിൽ ഓതി വെച്ചത്. വല്ലൈലി ഇദാ യഗ്ഷ വന്നഹാരി ഇദാ തജല്ല വമാ ഖലഖദ് ദകറ വൽ ഉൻസ ഇന്ന സഅയകും ലശത്ത. അള്ളാഹു ഈ പ്രാപഞ്ചികമായി അവന്റെ സൃഷ്ടിപ്പിന്റെ മഹത്വങ്ങളെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുകയാണ്, ഇന്ന സഅയകും ലശത്ത, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വിഭിന്നമാകുന്നു എന്നുള്ളതാണ്. നമ്മുടെ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും വ്യത്യസ്തതയുണ്ട് എന്നാണ്. എല്ലാവരും ഒരേപോലെ അല്ല ചെയ്യുന്നത് എന്നാണ്. രാത്രി പകല് പോലെയുള്ള വ്യത്യാസങ്ങൾ എന്തുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾക്കുണ്ട്. ഏത് പ്രവർത്തനങ്ങൾ എടുത്താലും അത്രമാത്രം വ്യത്യാസങ്ങളും വ്യതിരിക്തതകളും തമ്മിൽ. എന്തുകൊണ്ടാണ് വ്യത്യാസമാകുന്നത്? നന്മയും തിന്മയും തമ്മിലുള്ള വ്യത്യാസം മാത്രമല്ല, നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് തന്നെ എല്ലാവരും ഒരുപോലെയല്ല ചെയ്യുന്നത് എന്ന വ്യത്യാസങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങളിലുണ്ട്. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഒരാൾ ദാനധർമ്മങ്ങൾ നിർവഹിച്ചു, സൂക്ഷ്മതയോടുകൂടെ ജീവിച്ചു, അള്ളാഹു സത്യപ്പെടുത്താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യപ്പെടുത്തിയാൽ ഫസ്സനു യസ്സിറുഹുൽ യുസ്ര, ഏറ്റവും എളുപ്പമുള്ളതിലേക്ക് ഞാൻ അവനെ എളുപ്പം എത്തിക്കുന്നതാണ്. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഇടപെടും, നമുക്ക് ജീവിത സൗകര്യങ്ങളെ ഏർപ്പെടുത്തി തരുമെന്നാണ്. നുസഖിരു അലൈഹി അമ്രുഹു, അവന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. വനജഅലുഹു മുയസ്സിറൻ ലഹു കുല്ല ഖൈർ, എല്ലാ കാര്യങ്ങളും അവന് എളുപ്പത്തിൽ ചെയ്യാവുന്ന സൗകര്യം അള്ളാഹു ഏർപ്പെടുത്തി കൊടുക്കും. അതെന്തുകൊണ്ടാണ്? ലിഅന്നഹു അതാ ബിൽ അസ്ബാബ്, അവന്റെ ജീവിതം അള്ളാഹു ഇടപെട്ട് സൗകര്യപ്പെടുത്തി കൊടുക്കേണ്ട കാരണങ്ങൾ അവനിൽ നിന്നുണ്ടായി. അതുകൊണ്ട് അള്ളാഹു അവന് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുന്നതാണ്. അപ്പോ നമ്മൾ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ധാരാളം സൽഫലങ്ങളുണ്ട്. അത് ഒന്നാമത്തെ ഒരു കാര്യമാണ് എന്തിന്? സ്വതക്കകളാണ്, ദാനധർമ്മങ്ങൾ. ദാനധർമ്മം നൽകാത്ത ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും? എന്തെല്ലാം കാര്യങ്ങൾക്ക് നമ്മൾ സമ്പത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ ആലോചിച്ചും ഫലപ്രദമായും പ്രതിഫലം ആഗ്രഹിച്ചും നിഷ്കളങ്കതയോടുകൂടെയും നമ്മൾ ചെയ്യുന്നുണ്ടോ? അതോ നമ്മൾ നിർബന്ധിക്കപ്പെടുമ്പോൾ, നമ്മുടെ മുന്നിലേക്ക് കൈകൾ നീട്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോഴൊക്കെ നമ്മൾ കൊടുത്തു പോവുകയാണോ എന്നുള്ളതാണ്. ജീവിതത്തിൽ സദക്കകളെ കൊണ്ട് മാത്രം നമ്മുടെ ജീവിതത്തിന്റെ ഉപജീവനത്തെ നമുക്ക് നേരാക്കിയെടുക്കാൻ പറ്റും. സുഹൃത്തുക്കളെ, എത്ര കഷ്ടപ്പെട്ട് അത്ര അധ്വാനിച്ചും ബുദ്ധിമുട്ടിയിട്ടും നമ്മൾ വിചാരിക്കുന്ന ഒരു ഒഴുക്ക് നമ്മുടെ ജീവിതത്തിന് കിട്ടുന്നില്ല. കടങ്ങളിൽ നിന്നൊരു മോചനം, ജീവിതത്തിൽ ഇടപെടുന്ന കാര്യങ്ങളിലൊക്കെ ഒരു വിജയം, അതിന് ഏറ്റവും അധികം പ്രയോജനപ്പെടുന്ന ഒന്നാണ് സ്വതക്ക. അതുകൊണ്ട് എന്തറിയോ, സദക്ക കൊടുക്കുന്ന ആൾക്കാർ ഏതായാലും പണം നമ്മളിൽ നിന്ന് എടുത്ത് നമ്മൾ ഒഴിവാക്കൽ. അപ്പൊ സ്വാഭാവികമായും അതല്പ ശ്രദ്ധയോടുകൂടെ നിർവഹിച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ ഉപജീവനത്തെ അത് സ്വാധീനിക്കുമെങ്കിൽ അത് പ്രധാനം തന്നെയല്ല. കാരണം പണമാണെല്ലാം, പണം വേണം. വലാ തുഉതു സുഫഹാ അംവാലകുമുല്ലതി ജഅലല്ലാഹു ലക്കും ഖിയാമാ, നിങ്ങളുടെ നിലനിൽപ്പിന്റെ ആധാരമായി ഉണ്ടാക്കിയ പണമുണ്ടല്ലോ, അത് നിങ്ങൾ വിവരമില്ലാത്ത ആൾക്കാരത്ത് കൊടുത്ത് നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിപൂർവമാണ് നിങ്ങൾ അത് ചെലവഴിക്കേണ്ടത് എന്ന് അള്ളാഹു പറയുന്നു. അപ്പൊ അത് സമ്പത്ത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് നമ്മുടെ സ്വതക്കകൾ നമ്മുടെ ജീവിതത്തിന്റെ ഉപജീവനത്തെ അല്ലെങ്കിൽ സാമ്പത്തികാവസ്ഥകളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. അതൊന്നെന്താ അറിയോ, നമ്മൾ നമ്മുടെ സമ്പത്തിനൊരു നിശ്ചിത വിഹിതം കൊടുക്കുമ്പോൾ അള്ളാഹു നമ്മുടെ കയ്യിലുള്ളതിന് എന്ത് ചെയ്യുന്നറിയോ, അള്ളാഹു നമുക്ക് ബർക്കത്ത് തരും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അള്ളാഹിന്റെ ഒരു ബർക്കത്ത്, ഒരു കുരുത്തം. സാധാരണ പറയാനുള്ളത് പോലെ 3 ലക്ഷം കയ്യിലുണ്ടായാൽ കിട്ടാത്ത ഗുണം 300 രൂപ കയ്യിലുണ്ടെങ്കിൽ കിട്ടുക എന്ന് പറഞ്ഞല്ലോ. ആ ഗുണം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാണ്. നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെലവഴിക്കുമ്പോൾ ആ ചെലവഴിക്കുന്നതിനനുസരിച്ചുകൊണ്ട് അള്ളാഹു നമുക്ക് ബർക്കത്ത് തരുന്നുള്ളതാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകമായി നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാമ സ്വൻആനി അദ്ദേഹത്തിന്റെ സുബുലുസ് സലാമിൽ ഹദീസിന്റെ ഷറഹിൽ പറയുന്നുണ്ട്. ഈ ഹദീസിന്റെ വ്യാഖ്യാനമായി കൊണ്ട് അള്ളാഹ് റസൂൽ പറഞ്ഞു, മാ നഖസത്ത് സ്വദഖത്തും മിമ്മാലി, സദക്ക കൊടുത്തിട്ട് ഒരാളുടെ ധനം കുറഞ്ഞു പോകില്ല എന്നാണ്. വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ, വിട്ടുവീഴ്ച ചെയ്താൽ അവന്റെ പ്രതാപം വർദ്ധിക്കുകയേ ചെയ്യുള്ളൂ. ഒരാൾ വിനയം കാണിക്കുകയാണെങ്കിൽ ഇല്ലാ റഫഅല്ലാഹു, അള്ളാഹു അവനെ ഉയർത്തുമെന്നാണ്. ഈ ഹദീസിന്റെ വ്യാഖ്യാനം പറയുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ പണം നമ്മൾ വേറൊരാൾക്ക് കൊടുത്തിട്ടും നമുക്ക് എങ്ങനെയാണ് സമ്പത്തിൽ വർധനവുണ്ടാകുന്നത്? ഒന്നാമത് പറഞ്ഞത് അൻ യുബാരിക ലഹു ഫീഹി, അല്ലാഹ് ബർക്കത്ത് കൊടുക്കും. അപ്പൊ ആത്മാർത്ഥമായി സദക്ക കൊടുക്കാത്ത ഒരുത്തനും അവന്റെ പണത്തിന് ബർക്കത്തില്ല എന്നാണ്. കോടികൾ കയ്യിൽ വരുന്നു,
പക്ഷെ ജീവിതത്തിൽ പണത്തിന്റെ ഒരു പ്രയോജനം അവന് കിട്ടാതെ പോകുന്നു. എന്താണ് കാരണം? അവന്റെ സമ്പത്തിന്റെ ആസ്തിക്കനുസരിച്ചു കൊണ്ടൊരു വിഹിതം ആത്മാർത്ഥമായി അവൻ കൊടുക്കുന്നില്ല. അതുകൊണ്ട് അവന് ബർക്കത്ത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ അപകടങ്ങളെ അള്ളാഹു തടുക്കും. നമ്മളിത്തെ ഒരു 10 ലക്ഷം ഇങ്ങനെ ആയി വരുമ്പോൾ ഒരു വലിയൊരു അസുഖം വന്നു, ഒരു 12 ലക്ഷത്തിന്റെ അസുഖം തന്നാൽ കഴിഞ്ഞില്ലേ? 2 ലക്ഷം പിന്നെ കടല്ലേ സുഹൃത്തുക്കളെ. സദക്ക കൊടുക്കണോന്ന് അള്ളാഹു ആപത്തുകളെ തടുത്തു കൊടുക്കണം. അപ്പൊ അവന്റെ ഉള്ള പൈസ കൊണ്ട് അവന് മാന്യമായി ജീവിച്ചു പോകാൻ പറ്റുമെന്നാണ്. ഈ ബർക്കത്ത് കൊണ്ട് എന്തെന്ന് വെച്ചാൽ അവന്റെ സമ്പത്ത് കുറയാതെ അള്ളാഹു വെക്കും. അതാണ് സ്വതക്ക കൊണ്ട് സമ്പത്ത് കുറയില്ല എന്ന് പറഞ്ഞ ഒരു വ്യാഖ്യാനം. രണ്ടാമത്തെ വ്യാഖ്യാനം എന്താ വെച്ചാൽ അള്ളാഹു ഇരട്ടിപ്പിച്ചു കൊടുക്കുക. അവനുള്ള പണത്തിന് തന്നെ എന്ത് ചെയ്യുക, അതിന്റെ ഉപകാരം അള്ളാഹു എന്ത് ചെയ്യാം, ഇരട്ടിപ്പിച്ചു കൊടുക്കുക. അന്നഹു യഹ്സുലു ബിസ്സബാബിൽ ഹാസിൽ അനി സ്വതക്ക ജുബ്റാനു നഖ്സിൻ അൻ. അത് കുറയാതെ അള്ളാഹു എന്ത് ചെയ്യും, അത് പരിഹരിച്ചിട്ട് എന്ത് ചെയ്യും, അങ്ങനെ ബാലൻസ് ചെയ്ത് പോകുന്നതാണ്. അതിലേറെ പ്രധാനം എന്താ അറിയോ? ഒരാള് എന്തെങ്കിലും ഒന്നൊരാള് സ്വതക്ക കൊടുക്കുകയാണെങ്കിൽ അള്ളാഹു ആ കൊടുത്തതിന്റെ മൂല്യം കണക്കാക്കി, അല്ലെങ്കിൽ അതിനധികമായിട്ട് അള്ളാഹു വേറെ നിലക്ക് അവന് വരാനുള്ള വഴി ഉണ്ടാക്കിക്കും. അവൻ ആത്മാർത്ഥമായി കൊടുക്കുന്ന ദാനത്തിന് പകരം അവൻ എന്ത് ചെയ്യും, അള്ളാഹു കൊടുക്കും. അത് ഖുർആൻ പറയുന്നതാണ്, നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും അള്ളാഹു നിങ്ങൾക്ക് എന്ത് ചെയ്യും, പകരം തരുമെന്ന് സൂറത്തു സബയിലെ 39-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. മാത്രല്ല സുഹൃത്തുക്കളെ, ഈ സ്വതക്ക ആത്മാർത്ഥമായി നമ്മൾ കൊടുക്കാതിരിക്കുമ്പോൾ നമ്മളെ സമ്പത്ത് നശിക്കുന്നതാണ്. അതും ഒരു പക്ഷേ വലിയൊരു സത്യമായിരിക്കും. ഈ സമ്പത്ത് എന്ത് ചെയ്യുക, നമ്മളെ പണം നശിച്ചു പോവുക, ഒരു ഉപകാരമില്ലാതെ നമ്മളെ സങ്കടപ്പെടുത്തി പല വഴിക്കും ഉപകാരമില്ലാതെ നമ്മുടെ പണം ഇങ്ങനെ പോവുക. അത് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാവിലെ വന്ന് നമ്മൾ എന്ത് കൊടുക്കുമ്പോഴും അള്ളാഹുവിന്റെ 2 മലക്കുകൾ പ്രാർത്ഥിക്കുമെന്നാണ്. യൻസിലാനി ഫയഖൂൽ, മലക്കെന്താ പറയുക, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ. ഇന്നത്തെ ദിവസം ആരെങ്കിലും വല്ലതും കൊടുക്കുകയാണെങ്കിൽ പടച്ചോനെ ആ കൊടുത്തത് അവൻ തന്നെ തിരിച്ചു കൊടുക്കണം. പിന്നെന്താണ് മലക്ക് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന? അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫൻ. ഉണ്ടായിട്ട് കൊടുക്കാൻ നല്ല അവസരങ്ങൾ മുന്നിൽ വന്നിട്ടും കൊടുക്കാതെ പിശിക്കുന്ന ആൾക്കാരില്ലേ, ഓനെ നീ നശിപ്പിക്കണേന്നാണ് പറഞ്ഞത്. അപ്പൊ അവന്റെ സമ്പത്ത് നശിച്ചു പോകും. അപ്പൊ സത്യത്തിൽ സൂക്ഷ്മതയോടുകൂടെ കൃത്യതയോടുകൂടെ നമ്മൾ സദക്ക കൊടുക്കുകയാണെങ്കിൽ അത് മതി നമ്മുടെ ഉപജീവനം മാന്യമായി മുന്നോട്ട് പോവാൻ എന്നാണ് സുഹൃത്തുക്കൾ. അപ്പൊ നമുക്ക് കിട്ടുന്ന മാസ വരുമാനത്തിൽ ദിവസ വരുമാനത്തിൽ കൊടുത്താൽ അത് തീർന്നു പോകുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കുക. നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾക്ക് ഒരു ബർക്കത്ത് കിട്ടി നമ്മുടെ ഉപജീവനം മാന്യമായി മുന്നോട്ട് പോവാൻ നമ്മൾക്ക് കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ കൊടുക്കണം. ഒന്ന്, നമ്മളൊരു സ്ഥിര വിഹിതം കൊടുക്കണം. അപ്പൊ നമ്മളെ സ്വതക്ക എന്താ പറയുക, നമ്മൾ അറിയാതെ തന്നെ നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കും. എനിക്കൊരു ദിവസം 1000 ഉറുപ്പ്യ കിട്ടിയാൽ അതിനൊരു 50 ഉറുപ്പ്യ ഞാൻ നീക്കി വെക്കും. ആ 50 ആദ്യം നീക്കി വെച്ചിട്ടേ ബാക്കി 950 നമ്മൾ ഉപയോഗിക്കുള്ളൂ. വൈകുന്നേരം കട കൂട്ടി പോകുമ്പോൾ എന്താ അറിയോ, നമ്മളെ ലാഭം നമ്മൾ എടുക്കണില്ലെങ്കിലും ഒരു വിഹിതം നമ്മൾ അവിടെ നിക്ഷേപിക്കും. മാസം ശമ്പളം വരുമ്പോൾ ആദ്യത്തെ പേയ്മെന്റ് എന്തായിരിക്കും അറിയാം, നിങ്ങൾ മാസത്തിൽ നമ്മൾ കൊടുക്കുന്ന സദക്കയുടെ വിഹിതമാണ് ആദ്യത്തെ പേയ്മെന്റ്. എന്നാൽ ബാക്കിയുള്ള പേയ്മെന്റുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ബർക്കത്തോടുകൂടെ ചെയ്യാൻ, ഒരു കുരുത്തത്തോടുകൂടെ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യും, സാധിക്കും. രണ്ടാമത് എന്താ വെച്ചാൽ, നമ്മൾ ജീവിക്കുന്ന പരിസരങ്ങളിൽ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ത്, നമ്മുടെ പള്ളി കമ്മിറ്റിക്കാരെ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, നമ്മുടെ പാവപ്പെട്ട ആളുകൾ, നമ്മുടെ അയലോക്കക്കാരെന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് കുറച്ച് പൈസയൊക്കെ ഉണ്ട്, കുടുങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ സഹായിക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. ഓർക്ക് നമ്മൾ കൊടുക്കണം. മൂന്നാമത്തെ എന്താ അറിയോ, ഒരാൾ ചോദിച്ചു വരിക, നമ്മളെ പറ്റിക്കാൻ വരികയാണ്, എന്ത് പറഞ്ഞാലും അത് കൊടുക്കേണ്ടത് എത്രയും നമ്മൾ കണക്കൂട്ടാം. പക്ഷേ അയാളെ സംതൃപ്തിയോടുകൂടെ ചോദിച്ചു വന്നതിലെ നീരസം അല്പം പോലും പ്രകടിപ്പിക്കാതെ അമ്മസഇല ഫലാ തൻകർ, ചോദിച്ചു വരുന്നൊരു അവകാശമുണ്ട്, അതോന് കൊടുക്കണം. നാലാമത്തെ നമ്മുടെ കുടുംബങ്ങളാണ്. ഏതൊരു കുടുംബത്തിലും സാമ്പത്തിക ശേഷിയുള്ളവരൊരു പ്രതീക്ഷ ആ കുടുംബക്കാർക്ക് ഉണ്ടാവും. അപ്പൊ തരാം, നമ്മൾ ജീവിക്കുന്നത് പോലെ ഒരു നിശ്ചിത വിഹിതം നമ്മുടെ ബന്ധുക്കളിലും കുടുംബങ്ങളിലും പെട്ട മാസത്തിൽ എന്തെങ്കിലും കിട്ടാത്ത, അപ്പൊ നമ്മൾ 500 രൂപ വരെയൊക്കെ മാസത്തിൽ ഇവിടെ നിന്ന് കൊടുക്കണ സഹായിക്കണം. ആ 500 രൂപക്ക് അവർ വരുന്നത് മാസത്തിൽ ഒരിക്കൽ കിട്ടുന്ന ഒരു പെൻഷൻ പോലെ കിട്ടുന്നതാണ് 500 രൂപ.
സക്കാത്തുന്നോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ. അത് എത്ര പ്രതീക്ഷയോടെയാണ് ആൾക്കാർ വിവാഹങ്ങൾ എത്രയാണ് കാത്തിരിക്കുന്നത് നിങ്ങൾ ആലോചിക്കും. നിങ്ങൾ ഈ വാർദ്ധക്യ പെൻഷനും മറ്റു പെൻഷനും ഒക്കെ കുറഞ്ഞ സംഖ്യയാണെങ്കിലും അത് അത്ര പ്രതീക്ഷയോടെ നമ്മുടെ കുടുംബക്കാർ കാത്തിരിക്കുന്നുണ്ട്. നമ്മളെ വരുമാനത്തിനൊരു വിഹിതം അത് കൊടുക്കുന്നുണ്ട്. ആദ്യത്തിൽ കുർബഹക്കഹു, കുടുംബക്കാർക്ക് ഓരോ അവകാശങ്ങൾ കൊടുക്കണം എന്നാണ്. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ പുണ്യകർമ്മങ്ങളുണ്ട്, സായിഹാത്ത്, അതായത് ഹജ്ജ് ഉംറ പോലുള്ളതൊക്കെ. നമ്മൾ എന്ത് ചെയ്യുന്നത്, പണം ഇങ്ങനെ കൂട്ടിച്ചിട്ട് എന്താ കാര്യം? നമ്മൾ പോകണം. ഒരു ഉംറ കഴിഞ്ഞ് 2 ഉംറന്റെ ഇടയ്ക്കുള്ള പാപങ്ങൾ പൊറുക്കപ്പെടുന്ന എത്ര വലിയ പുണ്യകർമ്മമാണ്. ചെലവാക്കാൻ മടിയില്ലാത്ത ആളുകൾക്ക് പോകാനൊരു മടി ഉണ്ടാവില്ല. നമ്മുടെ പണം നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ. രഹസ്യമായ ദാനം, അതായത് വലത്തെ കൈ കൊടുക്കുന്ന ഇടത്തെ കൈ അറിയാത്ത ദാനങ്ങൾ, അങ്ങനത്തെ അവസരങ്ങൾ അല്ല നമ്മളെ മുന്നിൽ ഒരു പരീക്ഷണാർത്ഥം കൊടുന്നുതരും. അപ്പം നമ്മൾ കൊടുക്കണം. അപ്പോൾ ഒന്നാണ് ചെയ്യണ കാര്യത്തിൽ അല്പം ശ്രദ്ധ ഉണ്ടായാൽ അതിന്റെ ഫലമുണ്ടാകുമെന്ന് പറയേണ്ട ഒരു ഉദാഹരണമാണ്. രണ്ടാമത്തെ സുഹൃത്തുക്കളെ നമസ്കാരമാണ്. നിസ്കരിക്കാത്ത ആരും ഇല്ലല്ലോ. 5 നേരം നിസ്കരിക്കാത്ത ഒരാൾ ഇപ്പൊ ഈ പള്ളിയും തെരഞ്ഞ് ഇവിടെ ജുമയ്ക്ക് വരും? ഒരിക്കലും വരൂല. നമ്മളെല്ലാവരും നിസ്കരിക്കുന്ന ആൾക്കാർ. പക്ഷെ നിസ്കാരത്തിന് ഇല്ലാത്ത എന്ത് മാത്രമല്ല, ഒന്നുമല്ല, റക്കായത്തിന്റെ എണ്ണല്ല, പ്രാർത്ഥനന്റെ കുറവല്ല, ഭക്തി മാത്രമാണ്. നിസ്കാരത്തിന്റെ ഫലം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരണം എന്നുണ്ടെങ്കിൽ ഭക്തി വേണം. അതാണ് അല്ലാഹ് പറഞ്ഞത്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വിജയിച്ചു. ആ വിജയം ആർക്കാണ്? ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ആ കൂടുതൽ നിസ്കാരം പറഞ്ഞു. പക്ഷെ നിസ്കാരത്തെ എങ്ങനെയാണ് അല്ലാഹ് പറഞ്ഞു തരുന്നത്? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ ഭക്തിയോടെ നിസ്കരിക്കുന്നത്. കുല്ലമാ സാദൽ ഖുശൂ ഫി സ്വലാ സാദത്തിസ് സആദ. നിസ്കാരത്തിൽ ഒരാൾ ഭക്തി, എത്ര നമുക്ക് നിസ്കാരം ഭക്തിയോടെ നിർവഹിക്കാൻ പറ്റുമോ അത്ര സൗഭാഗ്യം വർദ്ധിക്കുന്നു. ആലോചിക്കണമെങ്കിൽ എന്തായാലും നിസ്കരിക്കാൻ കൊടുക്കുന്ന ഒരു സമയത്ത് വേറൊന്നും നടക്കൂലല്ലോ. 5 മിനിറ്റ് ഒരാൾ നിസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിൽ ആ സമയത്ത് വേറെന്തെങ്കിലും നടക്കും. അപ്പൊ സുഹൃത്തുക്കളെ, ആ സമയം പൂർണ്ണമായും നമ്മൾ എന്ത് ചെയ്യാറിയോ ആ സമയം പൂർണ്ണമായി നമ്മൾ നിസ്കാരത്തിന് കൊടുക്കണം. നമ്മുടെ മനസ്സ് ആ സമയത്ത് പൂർണ്ണമായി നിസ്കാരം, ഹാഫിളു അല സ്വലവാത്ത് വസ്സലാത്തിൽ ഉസ്ത വഖൂമൂ ലില്ലാഹി ഖാനിതീൻ, ഭക്തിയോടുകൂടെ തഖ്വയോടുകൂടെ നിസ്കരിക്കുക എന്നുള്ളതാണ്. നമസ്കാരത്തിന്റെ ആദ്യാവസാനം വരെ നമ്മൾ അങ്ങനെ നിസ്കരിച്ചാൽ തന്നെ തരും. അങ്ങനെ നിസ്കരിക്കുന്ന ഒരാളാണെന്നുള്ള ബോധം തന്നെ നമ്മുടെ മനസ്സിന് സൗഭാഗ്യവും സന്തോഷവും നൽകുന്നുള്ളതാണ്. മറ്റൊന്ന് അള്ളാഹുമായുള്ള ഒരു മുനാജാത്താണ്. പടച്ചവനോട് പറയാണല്ലോ പാപം പുറത്തു തരാനും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവോട് തുറന്നു പറയുന്ന ആ ശരിക്കും അവസാന അത്തഹിയാത്തിൽ ചെല്ലുന്ന പ്രാർത്ഥനയുടെ അർത്ഥം ഒന്ന് വായിച്ചു കൊടുക്കുക. എത്രമാത്രം മനസ്സിന്റെ ഉള്ളിൽ നിന്ന് അള്ളാഹുവോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണെന്ന് മനസ്സിലാവും. പിന്നെ നിസ്കാരം ഭക്തിപൂർവമാവുമ്പോൾ തരങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അസമാധാനം, ഏറ്റവും വലിയ അശാന്തി എന്ന് പറഞ്ഞാൽ പാപങ്ങളാണ്. നമ്മൾ ചെയ്യണ്ടെന്ന് വിചാരിക്കുന്ന തെറ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ചെയ്തു പോകുന്നു എന്നുള്ളതാണ് നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ സങ്കടം. ഞാൻ ചെയ്യണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, പക്ഷെ നമ്മൾ അറിയാതെ ചെയ്തു പോവുകയാണ്. അങ്ങനെ ചെയ്തു പോകുന്ന തെറ്റുകളെ തടുക്കാൻ നിസ്കാരത്തെ പറ്റും. അഖ്മിസ്സലാത്ത് ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, അങ്കബൂത്തിലെ 45-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയും. അതായത് തിന്മകളിൽ നിന്ന്, മ്ലേച്ഛ പ്രവർത്തികളിൽ നിന്ന് നിസ്കാരം തടയും. എന്താ തടയാത്തത്? നിസ്കരിക്കുകയും ചെയ്യും, വേണ്ടാത്തരം ചെയ്യുകയും ചെയ്യും. അപ്പൊ ആ നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഫലമുണ്ടാക്കുന്നില്ല എന്നതിന്റെ അർത്ഥം. അപ്പൊ നമ്മളൊരു നിസ്കരിക്കാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ എന്താണ് സലാം വീട്ടിന് വരെ നിസ്കാരത്തിൽ നിന്ന് മനസ്സ് പോവാതെ പിടിച്ചു നിർത്താനുള്ള ഒരു ജിഹാദാണ്. നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി വന്നാൽ നമ്മൾ ചെയ്യേണ്ട ഒരു ജിഹാദ് അതാണ്. നിസ്കാരത്തിന്റെ ആദ്യാവസാനം വരെ ദിക്റുല്ലാഹി അക്ബർ, അള്ളാഹനെ ഓർക്കലാണ് ഏറ്റവും പ്രധാനം. എന്നാൽ വളരെ കുറച്ചു മാത്രം, നിസ്കാരത്തിന്റെ ചെറിയ ഭാഗം മാത്രം അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകളുണ്ട് എന്നാണ്. ജീവിതത്തിലെ അസ്വസ്ഥതകൾക്ക് പരിഹാരമാണ് നിസ്കാരം. വെറുതെ ഇങ്ങനെ ബേജാറുണ്ടാവില്ല. ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ പ്രശ്നം വെറുതെ ഇങ്ങനെ ബേജാറാകുക, അസുഖങ്ങളെക്കുറിച്ച്, നമ്മുടെ ഭാവിയെക്കുറിച്ച് വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കുക. അത് ഉണ്ടാവൂലെന്ന് വേണം നിസ്കരിക്കുന്ന ആൾക്കാർ. അപ്പൊ നിസ്കരിച്ചിട്ട് എന്താ ഉണ്ടാകുന്നത്? നിസ്കാരം ഫലവത്തായ നിസ്കാരമാകുന്നില്ല എന്നാണ്. ഇന്നൽ ഇൻസാന ഖുലിക ഹലൂഅ ഇദാ മസ്സഹു ശർറു ജസൂഅ വഇദാ മസ്സഹുൽ ഖൈറു മനൂഅ ഇല്ലൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവരൊഴികെ. എന്നിട്ട് അതൊക്കെ പറഞ്ഞിട്ട് അല്ലദീനഹും അലാ സ്വലാത്തിഹിം യുഹാഫിദൂന, നിസ്കാരം വളരെ ഭക്തിയോടെയും ശ്രദ്ധയോടുകൂടിയും അവർ നിസ്കരിക്കുന്നു. അതിനെന്താണ് വേണ്ടത്? ഒന്ന്, നിസ്കാരത്തിൽ നിന്ന് മനസ്സ് പോവാതെ നിർത്തുക.
നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കി. നിസ്കാരത്തിൽ എന്തെങ്കിലും അനാവശ്യമായ കാര്യങ്ങൾ, നമ്മൾ തെറ്റായ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ആ ആലോചനകളൊന്നും ഒരു പ്രയോജനമില്ലാത്ത ആലോചനകൾ. ചില വിഷയങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ അതുകൊണ്ട് ചില ഗുണം ഉണ്ടാവുള്ളൂ. പക്ഷെ പിശാച് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്ന ചിന്തകളൊന്നും ഒരു ഉപകാരമില്ലാത്ത, എന്തെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ ഒന്ന് ടെൻഷനാകുക എന്നുള്ള ഉപകാരം മാത്രമേ ഉണ്ടാവൂ. ചിന്തിച്ചിട്ട് ടെൻഷനാവുക എന്നുള്ള ഉപകാരം മാത്രമേ ഉണ്ടാവൂ. അപ്പൊ നിസ്കാരത്തിൽ നമ്മുടെ അനാവശ്യ കാര്യങ്ങളെ ചിന്തിക്കുന്നതിൽ നമ്മുടെ മനസ്സിനെ മാറ്റും. അതിനെന്താണ്? പറയുന്നത് എന്താണെന്ന് ചിന്തിക്കണം. ആരെങ്കിലും ഈ കൂട്ടത്തിൽ നിസ്കാരത്തിന്റെ അർത്ഥം അറിയാത്ത ആളുണ്ടെങ്കിൽ അവർ ഇന്ന് പോയിട്ട് ചെയ്യേണ്ടത് അതിന്റെ അർത്ഥം പഠിക്കാനാണ്. ആ അർത്ഥം ഓർമ്മിച്ച് നിസ്കരിക്കുന്ന ഒരാൾക്ക് പിന്നെ എന്തെങ്കിലും ചിന്തിക്കാൻ നേരം ഉണ്ടാവും. ആ അർത്ഥം ചിന്തിക്കാനേ സമയം ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യണം? ആ അർത്ഥം ചിന്തിച്ചു. പിന്നെ അതേമാതിരി തന്നെ നിസ്കാരം എന്താ അറിയും? നിസ്കാരം വെറുതെ ഒരു കടമക്ക് ചെയ്തു പോവല്ല. നിസ്കരിക്കാൻ അതിന്റെ നിയമങ്ങളും നിബന്ധനകളും പാലിച്ച് കഴിയുന്നതും പുരുഷന്മാരെന്ത് ചെയ്യുക? പള്ളിയിൽ വെച്ചു തന്നെ. കാരണം പള്ളിക്ക് ആ അന്തരീക്ഷത്തിന് തന്നെ നിസ്കാരത്തിന് ഒരു പ്രാധാന്യം കൊടുക്കുന്ന പോലെ നമുക്ക് തന്നെ തോന്നും. നടന്നു വന്ന് ഒന്നുണ്ടാക്കി സഫൊക്കെ ശരിയാക്കി നിന്ന് നിസ്കരിക്കുമ്പോൾ അതിന്റെ മുമ്പും പിമ്പൊക്കെയുള്ള നിസ്കാരങ്ങളൊക്കെ റവാത്തിബുകളൊക്കെ ശരിക്കും നിർവഹിച്ച്. അപ്പൊ നമസ്കാരം സുഹൃത്തുക്കളെ ഭക്തിപൂർവമാക്കുക, സ്വതക്ക ആത്മാർത്ഥമാക്കുക. കാണും നമ്മുടെ ജീവിതത്തിൽ ഇന്നില്ലാത്തൊരു ഫലം, വ്യത്യാസം നമുക്കത് കാണും. മൂന്നാമത്തെ കാര്യം എന്താ പറയുക? ബിർറുൽ വാലിദൈനാണ്. മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യാന്നില്ല. ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിൽ നമ്മൾ മാതാപിതാക്കളുടെ ബന്ധത്തിന് പല ഘട്ടങ്ങളുണ്ട്. ചെറിയ കുട്ടികളാകുമ്പോൾ വാപ്പാനോട് ഉമ്മനെ അനുസരിക്കാൻ വേണം. അവർ നമ്മുടെ ഗുണകാംശപൂർവ്വം പല കാര്യങ്ങളും ഉപദേശിക്കുമ്പോൾ നമുക്ക് പറ്റിക്കോളന്നില്ല. ആ സമയത്ത് വാപ്പല്ലേ ഉമ്മല്ലേ എന്ന് വിചാരിച്ച് അനുസരിക്കുക, അത് ഏറ്റവും പ്രധാനം. ഒരു യുവത്വമൊക്കെ പ്രാപിക്കുമ്പോൾ മാതാപിതാക്കൾ എന്താ വെച്ചാൽ നമുക്ക് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പം വാപ്പയും ഉമ്മയും അപ്രധാനമാകും. കാരണം ഇവരെ സൗകര്യത്തിനനുസരിച്ച് ജീവിച്ചു പോകണമെങ്കിൽ എന്ത് ചെയ്യും? മാതാപിതാക്കളെ പലപ്പോഴും അവഗണിക്കേണ്ടി വരും, അവരുമായി പ്രശ്നത്തിലാകും. അത്തരം സന്ദർഭങ്ങൾ വരുമ്പോഴും വാപ്പനും ഉമ്മനോടും ചെയ്യേണ്ട പുണ്യങ്ങളെ ശരിയായി നിലനിർത്തുക എന്നുള്ളതുണ്ടല്ലോ, ആ ക്ഷമയോടുകൂടി, അതൊരു കാര്യം. വാർദ്ധക്യമാകുമ്പോൾ വേറൊരു അവസ്ഥയാണ് ബിർറുൽ വാലിദൈൻ. വയസ്സാകുമ്പോൾ എന്താ വെച്ചാൽ പ്രായമായവരെ നോക്കുക എന്നുള്ളത് ജിഹാദാണ്, ത്യാഗാണ്, യുദ്ധത്തെ പോലുള്ള ജിഹാദാണ്. മനസ്സിലായി? അത് വേഗം വേറുള്ള തലയിൽ കെട്ടിട്ട് നമ്മളോട് ഒഴിവായി പോരും. അതാണ് പലപ്പോഴും ചെയ്യുന്ന കാര്യം. അവിടെ നമുക്ക് കിട്ടുന്ന സ്വർഗമാണ് നമ്മൾ വലിച്ചെറിഞ്ഞു പോരുന്നതെന്ന് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. കാരണം അത് വഖല റബ്ബുക അല്ലാത്ത അള്ളാന്റെ തൃപ്തി എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ തൃപ്തിയിലാണ്. ഒരു ഗുരുത്വം ഉണ്ടാവില്ല ജീവിതത്തിൽ. വാപ്പന്റെയും ഉമ്മന്റെയും തൃപ്തി നേടാത്തവന് അവൻ ജീവിതത്തിൽ എന്ത് ശ്രദ്ധിച്ചാലും അവനൊരു കുരുത്തം കിട്ടൂല. അവനടയുന്ന വഴികളെല്ലാം അവൻ അടഞ്ഞു പോകും. അവൻ തുറക്കാൻ ശ്രമിക്കുന്ന എല്ലാ മാർഗങ്ങളും അവൻ അടഞ്ഞു പോകുന്ന പോലെ തോന്നും. ബിർറുൽ വാലിദൈൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണ്? റിളല്ലാഹ് ഫി റിളൽ വാലിദ് വസുഖ്തുല്ലാഹ് ഫി സുഖ്തിൽ വാലിദ്. അള്ളാഹിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്, അള്ളാഹുവിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണെന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആ ബന്ധം, മാതാപിതാക്കളുമായുള്ള ബന്ധമാണ് ഏറ്റവും വലിയ കുടുംബ ബന്ധം. മൻ സറഹു അൻ യുബ്സത ലഹു ഫീ റിസ്ഖി, തന്റെ ഉപജീവനത്തിൽ വിശാലത കിട്ടണം എന്നാരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഔ യുൻസഅ ലഹു ഫീ അസരി, ആയുസ് നീട്ടി കിട്ടാൻ ഇല്ല, ആയുസ് സമാധാനമായിട്ട് ജീവിക്കാം, വലിയ അസുഖങ്ങളും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ജീവിച്ചു പോകണമെങ്കിൽ ഫൽ യസിൽ റഹ്മഹു, അവന്റെ കുടുംബ ബന്ധം അവൻ ചേർക്കട്ടെ എന്നാണ്. മനസ്സിലായി? സ്വർഗത്തിന്റെ കവാടം മാതാപിതാക്കളാണെന്നാണ്. മാതാപിതാക്കളുടെ തൃപ്തി ഉണ്ടെങ്കിൽ അവൻ സ്വർഗത്തിന്റെ കവാടങ്ങൾ എന്ത് ചെയ്യും? കടന്നു പോകുന്നതാണ്. ചെയ്ത തെറ്റിനെ എങ്ങനെ പരിഹാരമുണ്ടാക്കാമെന്ന് നബി സ്വല്ലല്ലാഹു വന്ന് ചോദിച്ച ആളോട് നബി ചോദിച്ച്, നിനക്ക് നിന്റെ ഉമ്മ ഉണ്ടോന്നാണ് ചോദിച്ചത്. ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിന്റെ ഉമ്മയുടെ സഹോദരി ജീവിച്ചിരിക്കുന്നുണ്ടോന്ന്? ഉണ്ടെങ്കിൽ എന്താണ്? അവൾക്ക് നീ ബിർറ് ചെയ്യും, അപ്പൊ നിന്റെ തെറ്റുകളൊക്കെ പുറത്തു പോകുന്നതാണ്. എത്ര വലിയ ഗുണമാണ്! അപ്പൊ സത്യത്തിൽ മാതാപിതാക്കളോടുള്ള സമീപനം നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റുന്നതാണ് എന്നതാണ് ആ പറഞ്ഞു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ വേറൊരു കാര്യം തരും, അത് ഇവിടെ തന്നെ തിരിച്ചിട്ടും. മാതാപിതാക്കളോട് ചെയ്യുന്ന പുണ്യം ഇവിടെ തന്നെ തിരിച്ചു കിട്ടും. അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മളെ മക്കൾ കാണും നമ്മൾ എത്ര കണ്ട് എങ്ങനെയാണ് വാപ്പനെയും ഉമ്മനെയും ബന്ധപ്പെടേണ്ടത് എന്ന് നമ്മുടെ കുട്ടികൾ മാതൃക സ്വീകരിക്കാൻ നമ്മൾ അവരെ അവഗണിച്ചുവെങ്കിൽ, സംസാരിക്കുമ്പോൾ ഒന്ന് സോഫ്റ്റായി സംസാരിക്കാൻ പോലും പറ്റുന്നില്ലാണെങ്കിൽ അതന്നെ കോപ്പി അടിക്കും കുട്ടികൾ, അതന്നെ കോപ്പി എടുക്കുന്നത്. ബിർറുൽ വാലിദൈൻ ഖിസ്സത്തുൻ തക്തുബുക, മാതാപിതാക്കളോട് പുണ്യം ചെയ്യാനത് നീ തന്നെ എഴുതുന്ന ഒരു കഥയാണത്. വയർവിഹ ലക അബ്നാഉക, നിന്റെ മക്കൾ അത് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. നീ ഉണ്ടാക്കിയ കഥ നിന്റെ മക്കൾ വായിക്കുന്നു. എങ്ങനാ നീ വാപ്പനോടും വേണം പെരുമാറിയത്, അതിനെ നിനക്ക് തിരിച്ചു കിട്ടും. അപ്പൊ ജീവിതത്തിൽ നമ്മൾ മക്കളുടെ ഉപദ്രവം കൊണ്ട് സങ്കടപ്പെടുക ആരാന്നറിയുന്നു? സ്വന്തം വാപ്പനെയും ഉമ്മനെയും സങ്കടപ്പെടുത്തിയവരാണ് സങ്കടപ്പെടുക എന്ന് പറയാൻ. അതുകൊണ്ട് 3 കാര്യങ്ങൾ
ചെയ്യണ കാര്യമാണ്, ശ്രദ്ധയോടെ ചെയ്യും. ഒന്ന് സ്വതക്ക, ഒന്ന് നിസ്കാരത്തിലെ ഭക്തി, മൂന്നാമത് പറഞ്ഞത് ബിറുൽ വാലിദൈൻ. സുഹൃത്തുക്കളെ, അല്പം ശ്രദ്ധയോട് ഏതായാലും പണം ചെലവാക്കി അധ്വാനം സമയം ചെലവാക്കുന്ന കാര്യങ്ങളാണ്. അത് കുറച്ചും കൂടെ ആത്മാർത്ഥതയോടുകൂടി കൃത്യതയോടെ നിർവഹിക്കാൻ ശ്രമിക്കാം. തീർച്ചയായും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അള്ളാഹു അത്തരം പുണ്യങ്ങളുടെ ഫലങ്ങൾ ദുനിയാവിൽ അനുഭവിക്കാനും പരലോകത്ത് അതുമൂലം പ്രതിഫലം നേടാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാണ്. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബാറകൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, എല്ലാ കാര്യങ്ങളും ഭംഗിയായും വൃത്തിയായും നിർവഹിക്കുന്നതിന് നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ഈമാനാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ എപ്പോഴും മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് നമ്മളോട് പറയാനുള്ള കാര്യം. ഇപ്പൊ എല്ലാ സമയത്തും ഇത്തരം കാര്യങ്ങളൊക്കെ യാന്ത്രികമായി ചെയ്തു പോകുന്നത്, യാദൃച്ഛികമായി ചെയ്തു പോകുന്നതൊക്കെ അതിൻ്റെ ഒരു നനവോടുകൂടെ ഭക്തിയോടുകൂടെ മനസ്സാന്നിധ്യത്തോടെ നിർവഹിക്കാൻ എപ്പോഴും നമ്മുടെ മനസ്സുകളെ നനച്ചുകൊണ്ടിരിക്കണം. അതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. ആ മനസ്സിൽ നല്ല ഭൂമിയിൽ നിന്ന് നല്ല ഫലങ്ങൾ ഉണ്ടാകുമെന്ന് ഖുർആൻ പറയും. നല്ല ഭൂമിയിൽ നല്ല മനസ്സുകളിലേക്ക് അള്ളാഹുവിന്റെ ദീനെത്തുമ്പോൾ അവിടെ നന്മകൾ വിടരും. എന്നാൽ ചതുപ്പായ ഭൂമിയിൽ എത്ര മഴ കിട്ടിയാലും ആ വെള്ളം അവിടെ കെട്ടിക്കിടക്കാന്നല്ലാതെ ഗുണം ഉണ്ടാവില്ല. അതുകൊണ്ട് നന്മകൾ ഉണ്ടാവാൻ നല്ല ഒരു മനസ്സ് വേണം. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഈമാനെ നവീകരിക്കാൻ, ദീനിന്റെ ഉത്ബോധനങ്ങൾ കേൾക്കാനും അത് പഠിക്കാനൊക്കെ നമ്മൾ നിരന്തരമായി പരിശ്രമിക്കാം. അള്ളാഹുവിന്റെ തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഞങ്ങൾ വന്നുപോയ തെറ്റുകളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തന്നെ റഹ്മാൻ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. ഞങ്ങളുടെ മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാൻ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.